നടനും മുൻ ഭർത്താവുമായ ബാലയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് അമൃത സുരേഷ്. നടൻ കോടതി രേഖകളിൽ കൃത്രിമം കാണിച്ചുവെന്ന് ആരോപിച്ചാണ് അമൃതയുടെ പരാതി. എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. തൻ്റെ ഒപ്പ് വ്യാജമായിട്ടതാണ്, വിവാഹമോചന കരാറിൻ്റെ 5-ാം പേജ് വ്യാജമായുണ്ടാക്കിയതാണ് എന്നാണ് പ്രധാനമായി ആരോപിക്കുന്നത്. മാത്രമല്ല, മകളുടെ പേരുള്ള ഇൻഷുറൻസിൽ തിരിമറി കാണിച്ചുവെന്നും ഗായിക പരാതിയിൽ പറയുന്നുണ്ട്. വിവാഹമോചന ഉടമ്പടിയിൽ പറയുന്നതിന് വിപരീതമായി മകളെ അനാവശ്യമായി കേസിൽ വലിച്ചിഴക്കുന്നുവെന്ന ആക്ഷേപം തുടക്കം മുതൽ അമൃത ബാലയ്ക്കെതിരെ ഉന്നയിച്ചിരുന്നു. അഭിമുഖങ്ങളെല്ലാം താൻ മകളെ കാണാൻ ബാലയെ അനുവദിക്കുന്നില്ലെന്ന തരത്തിൽ വാർത്ത പ്രചരിപ്പിക്കുകയായിരുന്നു. വിവാഹമോചന ഉടമ്പടി പ്രകാരം പലതവണ മകളെ കോടതിയിൽ കൊണ്ടുപോയിട്ടും കോടതിയിൽ കാണാൻ ബാല വന്നില്ലെന്നും അത്തരത്തിലൊരു ശ്രമവും നടത്താതെയാണ് മകളെ കാണിക്കുന്നില്ലെന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പരാതിപ്പെട്ടതെന്നാണ് അമൃത തുറന്നടിച്ചത്. നടൻ ഇൻഷുറൻസ് പ്രീമിയം തുക അടയ്ക്കാതെ വഞ്ചിച്ചുവെന്നാണ് പുതിയ പരാതിയിൽ പറയുന്നത്. ഇൻഷുറൻസ് തുക പിൻവലിക്കുകയും ചെയ്തു. ബാങ്കിൽ മകൾക്കായി നിക്ഷേപിച്ചിരുന്ന 15 ലക്ഷം പിൻവലിച്ചു. വ്യാജരേഖയുണ്ടാക്കി ബാല കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചെന്നും അമൃത പരാതിയിൽ പറയുന്നുണ്ട്. നേരത്തെ ബാലയ്ക്കെതിരെ മകൾ അവന്തിക തന്നെ പരസ്യമായി രംഗത്തെത്തിയാണ്. പിതാവ് തന്നെയും കുടുംബത്തെ അനാവശ്യമായി വിവാദത്തിലേക്ക് വലിച്ചിഴക്കുന്നുവെന്നും പച്ചക്കള്ളമാണ് അമ്മയെക്കുറിച്ച് പ്രചരിപ്പിക്കുന്നതെന്നും കുട്ടി പറഞ്ഞിട്ടുണ്ട്.